ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിട്ടോ. അംഗനവാടിയിലത്തെ അമ്മമ്മ ടീച്ചറെ യാത്രയായപ്പോൾ വാർഷികം കൂടിയാണ്. അപ്പോൾ അമ്മമ്മ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുട്ടികൾക്ക് നല്ല കേട്ടോ. നമ്മൾ അംഗനവാടിയിലത്തെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറാണ്. അപ്പോൾ കുറച്ച് ഏജ്ഡായിട്ട് എല്ലാവരും അമ്മമ്മ ടീച്ചർ എന്ന് തന്നെ വിളിക്കും ഞങ്ങളൊക്കെ. പിന്നെ കുട്ടികൾ വിളിച്ച് പിന്നെ അമ്മമാരെ വിളി തന്നെയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ യാത്രയപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം ഞങ്ങൾ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ആയിരുന്നു. പക്ഷേ അത്ര പെർഫെക്റ്റ് ആയില്ല. എന്തായാലും ഇന്നലെ ആയിട്ടാണ് ഞങ്ങൾ ശരിക്കും ഒറ്റത്തവണ കളിച്ചിട്ടാണ് പഠിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ അറിയില്ല. അപ്പോൾ അതിന് കോസ്റ്റ്യൂം ഉണ്ടാക്കുന്ന തിരക്കില്ല. ഞാനിപ്പോൾ ഇടവണ്ണൊക്കെ പോയി അങ്ങാടി കൂടെ ഒക്കെ ഒന്ന് പോയി ഗിൽറ്റ് പേപ്പറൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അതേപോലെ ഈ മിഡി കണ്ടത് അവിടെ ചിറ്റുകാരൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ അത് പോയി എടുത്ത് കൊണ്ടുവന്നു. വരുന്ന ഗിൽറ്റ് പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടേ ഈ മിഡി എന്ന് പറഞ്ഞാൽ അതായത് ഇവിടുത്തെ അനുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ പെങ്ങളെ കുട്ടീൻ്റെ ശബരിമലയ്ക്ക് പോകുമ്പോൾ തയ്ച്ചിരുന്ന 2 മിഡികളാണ് കേട്ടോ. അപ്പോൾ സ്ത്രീകുട്ടിക്ക് ഇനി വീട്ടിലൊടച്ചിട്ട് പഴയതായപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഇപ്പം ഒരു ഐഡിയ തോന്നി. കാരണം സ്ത്രീകുട്ടിക്ക് സായിട്ടിന് ഒരേപോലത്തെ കുപ്പായങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മിഡിയിൽ ഗിൽറ്റ് പേപ്പർ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു ഇതായില്ലേ. റെൻറ്റിന് ഡ്രസ്സ് എടുത്താലൊക്കെ മതി. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തിനല്ല, ഇതൊക്കെ രസമല്ലേ. ഇപ്പോൾ ആരും ഇതിനൊന്നും മെനക്കെടലിലേക്ക് അറിയാം. കാരണം പണ്ടൊക്കെ ഒന്നും ഇങ്ങനെ ഗിൽറ്റ് പേപ്പറൊക്കെ കൊടുക്കും. എപ്പോഴും ഓർമ്മ ഞങ്ങളെ പണ്ട് ചെറിയ കുട്ടികളായത് ഡാൻസിൻ്റെ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യേണ്ടത്. ഒക്കെ റെൻറ്റിനല്ലേ. അപ്പോൾ ഇവർ രണ്ടാളും കൂടി ഡാൻസ് ഉണ്ട് കേട്ടോ. വളയിലിക്കണ കുഞ്ഞോളെ ആ പാട്ടിലെ ആ ഡാൻസ് ഉണ്ട് രണ്ടാളും കൂടി. ശ്രീകുട്ടി ഒരു നാടോടി നൃത്തമുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കപ്പായിട്ട് കാണുന്നത് എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? മേക്കപ്പിൻ്റെ ഒക്കെ ഒരു കഥയാണ് കേട്ടോ. കഥയാണ്. 7 മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങുക. ഞങ്ങൾ ഇത് 4 മണിക്ക് നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് ഒരുങ്ങിയാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരുക്കി കൊണ്ടുപോട്ടെ എന്നാൽ ബാക്കിയുള്ള പരിപാടി കാണാം. പിന്നെ വീട്ടിലത്തെ അത്ര പെർഫെക്ഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പ് സെറ്റൊന്നും സ്വന്തമായിട്ടില്ല. ചാരുട്ടൻ്റെയാണ് മേക്കപ്പ് സെറ്റൊക്കെ. അതാണെങ്കിൽ ആ കറക്റ്റ് സമയത്ത് കാണാനില്ല. പിന്നെ ഞങ്ങൾ 4 മണി മുതൽ 6 മണിയല്ല 5:30 വരെയൊക്കെ ആ മേക്കപ്പ് സെറ്റ് തിരഞ്ഞ അവസാനം ചേച്ചീൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയിട്ടോ. മേക്കപ്പിൻ്റെ തിരക്കിലാണ്. ആദ്യം ഞാൻ നല്ലോണം അങ്ങോട്ടേ സായിട്ടിനെ പിന്നെ ആ സമയത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പോൾ ജിത്തുവേട്ടൻ എപ്പോഴും വീഡിയോ കോൾ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലപോലെ പൗഡർ ഇട്ടേ കുത്തി അടിച്ചു. ഞങ്ങൾക്ക് പിന്നെ അത്ര നല്ല അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ കയ്യിലില്ല, അവൈലബിൾ അല്ല. അപ്പോൾ ആദ്യം നല്ലപോലെ പൗഡർ ഇട്ടുണ്ട്. പിന്നെ ആ മേക്കപ്പ് സെറ്റ് ഉണ്ടാവില്ലേ നമ്മളെ കോമ്പാക്റ്റ് പൗഡർ, ആ പൗഡറൊക്കെ ഇട്ട് പിന്നെ ഒന്നും കൂടി അത് ശരിയാക്കിട്ടോ. പിന്നെ ഈ സൈഡ് കൂടെ കണ്ടോ. ശരിക്കും ഇതിൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നാടോടി നൃത്തത്തിലുള്ളൊരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കൊന്നും അറിയില്ല. നമുക്കിന് എവിടേക്കോ കണ്ടും കേട്ടും പരിചയമുള്ളതുകൊണ്ട് ചെയ്യാനേ. നമ്മളെ കുട്ടികളെ മുഖത്തല്ലേ നമുക്ക് നമ്മളെ കഴിവും പാടവും തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്തായാലും ആ ചുറ്റും കാണുന്ന സംഭവം കുറച്ച് ഐഷാഡിട്ട് തേമ്പിയിരുന്നു, ശരിയായില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സിന്ദൂരം ഒരു ഉൾപ്പെടുത്തിട്ടോ. പിന്നെ ഞങ്ങളുടെ കണ്ണെഴുതി ഒരു പുട്ടിട്ട് അതിൻ്റെ അപ്പുറം വരച്ചു കൊടുത്തു. പിന്നെ കണ്ണ് വൃത്തിയിലെഴുതി. ഒക്കെ ചരുമുള സാധനങ്ങളാണ് കേട്ടോ. ഒരു ഐഷാഡ് ഇട്ടു. പിന്നെ നമ്മളെ കണ്ണിൻ്റെ മുകളിലായിട്ട് ഞാൻ കൺമഷിയും പൗഡറൊക്കെ പാടെ കൂട്ടിയാണ്ടേ ഒന്നങ്ങോട്ട് സ്മഡ്ജ് ചെയ്തിട്ടോ. കാരണം അങ്ങനെയൊക്കെ ഒരു പെർഫെക്ഷൻ ഞാൻ പല വീഡിയോയിലും കണ്ടു. അതായത് ഈ ഡാൻസ് വീഡിയോയിൽ കണ്ടു കേട്ടോ. ഇത് തോന്നി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുകയാണ്. പിന്നെ നമുക്ക് മേക്കപ്പൊക്കെ കഴിഞ്ഞാണ്ട് അടിക്കുന്ന സ്പ്രേ ഒന്നും നമ്മളെ കയ്യിലില്ല. അത് വേണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ മുടിയും കൂടിയും കെട്ടാം. മുടി നാടുന്നത്തെ വേണ്ടി ഒരു ഒക്കപ്പാടെ കൂട്ടിയൊരു സൈഡിൽ കെട്ടാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ തന്നെ സ്റ്റൈലാണ് ഞാൻ സായുവിനെ ഒരുക്കിയത്. ഇതെന്നെ സെയിം. പിന്നെ പൊട്ടിനെ കുറച്ച് ചിത്രം വരക്കുന്ന മാറ്റമൊക്കെ ഉണ്ട്. കാരണം അങ്ങനെ നമ്മൾ അച്ചുവെച്ച് വരക്കൊന്നും അല്ലല്ലോ, തോന്നിയപാടെ കാട്ടല്ലേ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ എൻ്റെ കഴിവിനെ സ്വയം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഞാനൊരു 5 മിനിറ്റ് എണീറ്റ് നിൽക്കട്ടെ. എന്തായാലും സംഭവം ലുക്കായിരുന്നു കേട്ടോ. ഈ അടിപൊളിയല്ലേ. പിന്നെ കമ്മലൊക്കെ ഇട്ടുണ്ടോളം സെറ്റാക്കി. സായുവിന് മുടിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു മുല്ലപ്പൂവിൻ്റെ നെൽമ്പൂർ പാട്ടിന് ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ ചെറിയൊരു മുടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൂട്ടപ്പേ ലുക്കായി ലെവലായി. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ മേക്കപ്പ് ഇടാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ വണ്ടിക്കാരനെ വിളിച്ചു. 6:30ക്കാണ് പോണത്. അല്ലെങ്കിൽ സായിയുടെ കൃതാവൊക്കെ എങ്ങനെ ഉണ്ട്? സൂപ്പറായില്ലേ. അതേപോലെ ശ്രീകുട്ടിക്ക് ഞാൻ വരച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കാശിക്കുട്ടൻ കാണാതെ വരണമെങ്കിൽ കാശിക്കുട്ടനെ വീട്ടിൽ അമ്മേൻ്റെ കൂടെ ആക്കി പോകണ്ട. അപ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പിന് ചാരും കൂടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആകെ അബദ്ധം പറ്റി പറയാൻ നമ്മളെ കയ്യിലാകെ ഒരു ഫോണല്ലേ ഉള്ളൂ. അത് ഈ വീഡിയോസ് അല്ല അവരെ ഡാൻസ് ആകുമ്പോൾ പാട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണമല്ലോ. ചില വാണിയും
പിന്നെ വന്ന പാടെ ഞങ്ങൾ ടീച്ചറെ കണ്ടു, അമ്മമ്മ ടീച്ചറൊക്കെ കണ്ടു. വർത്താനൊക്കെ പറഞ്ഞ ടീച്ചറെ സുന്ദരി കുട്ടികളായിരുന്നല്ലോ എന്ന് ഡാൻസൊക്കെ ഉണ്ടല്ലേക്കെ പറഞ്ഞുകൊണ്ട് ഓരോട് പൊക്കി. പിന്നെ കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടോ. കാരണം പരിപാടി തുടങ്ങിയില്ല, 7 മണി എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ 6:30 എത്തി. ഞാൻ വരുന്ന വഴി ചിലങ്കയും കൂടി വാങ്ങിയിട്ടാണ് വന്നത്. ചിലങ്ക വാങ്ങി ഭയങ്കര വിറ്റായിപ്പോയി. ചിലങ്ക വാങ്ങി ബാഗിൽ വെച്ചിട്ടുള്ളൂ, ഡാൻസിന് ഞങ്ങൾ കിട്ടിയില്ല, മറന്നുപോയി. പിന്നെ അതിൻ്റെ പരിഭവം തീർക്കാൻ സായിട്ടിന് പോരുന്ന വരെ ആ ചിലങ്കിട്ടാണ് ആകെ നടന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, വെറുതെ എങ്ങനെ സ്റ്റേജിൽ പാട്ട് വെറുതെ ഇട്ടുമല്ലോ, മൈക്ക് ടെസ്റ്റ്. അപ്പോൾ ആ സമയത്ത് ശ്രീകുട്ടി കളിക്കുകയാണത്. ഞങ്ങൾ വേഗം മുന്നിൽ തന്നെ പോയിരുന്നു. അപ്പോൾ പൊരിഞ്ഞ കളിയാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മൾ 7 മണിയൊക്കെ ആയിരുന്നു. പക്ഷെ തുടങ്ങിയത് 7 മണിയാണ് തുടങ്ങിയ 7:45. അതിൻ്റെ ചെറിയൊരു പരിഭവം ഒക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 12 മണി വരെ അവിടെ നിന്നു. അപ്പോഴും പരിപാടി കഴിഞ്ഞിട്ടില്ല. അവിടെ ഞാൻ സമ്മാനമൊന്നും വാങ്ങാതിട്ട് പോകണം. ഇനിയിപ്പോൾ അത് നമുക്ക് പിന്നെ അംഗൻവാടിയിൽ പോയി വാങ്ങണം. എന്തായാലും ചാട്ടം മേളം കൂട്ടുമായിട്ട് മേക്കപ്പ് പകുതി അപ്പം തന്നെ മാഞ്ഞു എന്ന് പറയാവും സത്യം. ഈ സായിയുടെ കോലം കണ്ടെങ്കിൽ മനസ്സിലാവും മേക്കപ്പ് കയ്യിലോ പോയിന്, ആകെ ചിക്കിപ്പരക്കി വെച്ചിരുന്നു. എന്തായാലും ഞാൻ പിന്നെ അടങ്ങിയിരുന്നാലും കുട്ടികളെയൊക്കെ പറഞ്ഞു. പിന്നെ കണ്ടോ, പിന്നെ സ്റ്റേജ് പാട്ട് പ്ലേ ശ്രീകുട്ടി സായിട്ടിനും കൂടി ഓരോ വെൽക്കം ഡാൻസിനുള്ള കുട്ടികളുണ്ട്. ഓരോ കൂടെ പോയി ആ സ്റ്റേജിൽ നിന്നുള്ളാൻ തുടങ്ങിട്ടോ. പിന്നെ ഈശ്വര പ്രാർത്ഥന തുടങ്ങി. പിന്നെ ആക്ഷൻ സോങ്, പിന്നെ കുട്ടികളുടേതായിട്ട് കുറേ ഓരോ ഒറ്റയ്ക്കുള്ള ആക്ഷൻ സോങ്സ്. ഇത് പിന്നെ വെൽക്കം ഡാൻസ് നല്ല രസമുണ്ട്. ഇതിൽ ശ്രീകുട്ടി സായിട്ടിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനെന്താ അറിയോ, പിന്നെ ഇവർക്ക് അംഗൻവാടിക്ക് പോകാൻ മടിയായി. അപ്പം പിന്നെ അതിന് ഞങ്ങൾ ഒഴിഞ്ഞു. അങ്ങനെ പല ഡാൻസിനും ഒഴിഞ്ഞ അവസാനം അംഗൻവാടിത്തെ ഒറ്റ ഡാൻസിന് ഞങ്ങളില്ല കേട്ടോ. ഈ 2 ഡാൻസിനും പിന്നെ മനസ്സിലായോ ഓരോ ഡാൻസില്ലേ, അത് മുന്നേ പഠിച്ചിരുന്നു. അതുകൊണ്ട് അതിൽ ശ്രീകുട്ടി ഉണ്ട്. അങ്ങനെ 3 ഡാൻസിലാണ് ഇവരുണ്ടായിരുന്നത്. പിന്നെ ഉദ്ഘാടനം, യാത്രയയപ്പ് ഉദ്ഘാടനം ഒക്കെയാണ്. അപ്പോൾ കണ്ടോ, ഞങ്ങളെ എടവണ്ണ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നാടയാണ് ഇരിക്കുകയാണ്. അമ്മമ്മ ടീച്ചറാണ് കേട്ടോ. അമ്മമ്മ ടീച്ചറൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടും കൂടി ഇത്ര നല്ല അമ്മമ്മ ടീച്ചറെ കിട്ടിയിട്ടില്ല എൻ്റെ അഭിപ്രായം. കുട്ടികളെ ഭാഗ്യമൊന്നും അല്ലേ. ഇനിയിപ്പോൾ അതേപോലെ ടീച്ചർ നമുക്ക് വരണം. ഇത് അമ്മമ്മ ടീച്ചറെ കൂട്ടുകാരിയാണ് കേട്ടോ. അമ്മമ്മ ടീച്ചർക്ക് വേണ്ടി പാട്ട് ഞാൻ പാടുന്ന പാട്ടൊക്കെ പാടിയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടി കഴിഞ്ഞു വരും. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോണിലപ്പോഴേക്ക് ചാർജും കഴിഞ്ഞ് സ്പേസും ഉണ്ടായില്ല. അപ്പോൾ ശ്രീകുട്ടിൻ്റെ സൈഡിന് ഡാൻസ് കളിക്കാൻ വേണ്ടി കയറിയാണ്. വളർത്തിക്കുന്ന കുഞ്ഞോളേ ആ ഡാൻസ് കിട്ടും അല്ല സംഭവം ലുക്കായി. സായിന് കുറച്ച് ഡാൻസിനോട് അത്ര അങ്ങോട്ട് വഴങ്ങണില്ല ശരീരം. ശ്രീകുട്ടി പിന്നെ ടോപ്പാട്ടോ. ഇപ്പം ഞങ്ങൾ ഈ ഡാൻസിന് വേണ്ടി ചിലങ്ക വാങ്ങിയിരുന്നു. 2 ഒരു ചിലങ്ക റെൻറ്റിന് എടുത്തിരുന്നു. ദിവസം 50 രൂപ. അപ്പം അങ്ങനെ 100 റുപ്യ അപ്പം തന്നെ ഒക്കെ അടച്ച് ആ ചിലങ്കൊക്കെ വാങ്ങി അത് ബാഗിൽ ഭദ്രമാക്കി ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും സായി ഒരുവിധമൊക്കെ നന്നായി ഒപ്പിച്ച് കളിച്ചെടുക്കാൻ അത്രേ കഴിയുള്ളൂ അല്ലേ. നമ്മളെ കുട്ടികളെ കഴിയിലാണ് കാര്യമല്ലോ. ഓരോ പ്രായത്തിനനുസരിച്ചുള്ള കളി എന്തായാലും ഒരു കളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനത്തേക്ക് പറയുന്നില്ല, കാരണം നമ്മൾ എന്നും റിഹേഴ്സൽ നടത്തി പഠിച്ചിട്ടുണ്ട്. ശ്രീകുട്ടി കുറേ ഓർമ്മല്ല. ഒന്നാമത് അപ്പോഴേക്ക് സദസ്സ് ഫുള്ളായി. അമ്മമ്മ ടീച്ചറെ യാത്രയപ്പായിട്ട് സദസ്സ് അങ്ങോട്ട് ഫുള്ളായും ചെയ്തു. പിന്നെ വരുന്ന ആൾക്കാർ നിൽക്കുക ചെയ്യണേ. എല്ലാം കൂടി ആയപ്പോൾ എൻ്റെ കുട്ടിക്ക് ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല നമുക്ക്. ഇപ്പോൾ ഞാൻ ഇവരെ സ്റ്റേജിൽ കയറ്റുന്നത് ഞാൻ തന്നെ, മൊബൈൽ കൊടുത്ത് പാട്ടിൻ്റെ അവിടെ നിൽക്കുന്നത് ഞാൻ തന്നെ, സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളതായിട്ടുള്ളൊരു സപ്പോർട്ടിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ അല്ലേ, ഒരാളും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. എന്നാലും ഓരോ കൊണ്ട് കഴിഞ്ഞിട്ട് പരമാവധി കഴിഞ്ഞു കേട്ടോ. പിന്നെ 5-6 പരിപാടി കഴിഞ്ഞു. ശ്രീകുട്ടി മറ്റേ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓളെ നാടോടി നിർത്തുക കേട്ടോ. ഈ പാട്ട് ഏതറിയോ? അതില്ലേ ഈ പാട്ട് ശ്രീകുട്ടി അത് വള വേണോ എന്ന പാട്ടിലാത്തേന്ന് കേട്ടോ. പിന്നെ അമ്മമാരൊപ്പനയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരിപാടി ഉഷായി 12 മണിയൊക്കെ ഞങ്ങൾ തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.